കാരണം വീട്ടിൽ നിൽക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ചെന്നാ വരിക അല്ലെങ്കിൽ ഫോൺ വിളിക്കുക അങ്ങനത്തെ കാര്യം അമ്മ ഉണ്ടാവില്ല ഒരു കൂട്ടിന് എപ്പോഴും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനും ബാബും ഇപ്പോൾ ഉള്ളത് മഞ്ചേരിയിലാണ് കേട്ടോ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അതെ, ഉമ്മമാരെ സ്നേഹിക്കുന്നവർക്കുള്ള ഡേ. അമ്മമാരെ എല്ലാവർക്കും അങ്ങനെ പറയാറ്റില്ല. മദേഴ്സ് ഡേ ആണ്. ഉമ്മമാരെ സ്നേഹിക്കണോരെന്ന് അങ്ങനെ പറയറ്റില്ലല്ലോ. ഒരു മദേഴ്സ് ഡേ ആണ്. അപ്പൊ നമുക്ക് രണ്ടുമാർക്കും ഒരു ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി ഞങ്ങള് പോവാണ്. പൂവെന്ന് പറഞ്ഞാൽ സാധനം വാങ്ങാൻ വേണ്ടി മഞ്ചേരിക്ക് വന്നാണ്. അപ്പൊ നമ്മള് സംഗതി ഏൽപ്പിച്ചിട്ടുള്ള എവിടെയൊക്കെ അറിയോ? നമ്മള് ഷുഗർ ഫിൽസിലാണ്. നമ്മൾ എന്താണ് പറഞ്ഞാലും സെറ്റ് ആക്കി തരും. നമ്മളെ ഇപ്പൊ എന്ത് കാര്യം ഉണ്ടെങ്കിലും ബർത്ത്ഡേ ആനിവേഴ്സറി ഒക്കെ നമ്മള് അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമ്മളിപ്പോൾ ഷുഗർ ഫിൽസിന് മുന്നിലാണ്. സാധനം അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ടാവും പറഞ്ഞില്ലേ? അങ്ങനല്ല, അങ്ങോട്ട് ഒരു ഏകദേശം 4 മണിക്ക് വരണ പറഞ്ഞിട്ട് പോയേക്കട്ടെ. ഷുഗർ ഫിൽസിന്റെ മുന്നിൽ തന്നെ ആയിരുന്നു നമ്മള് മഞ്ചേരി ഷുഗർ ഫിൽസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധനം അടിപൊളി ഇതിലോ ഇതാണോ? ഇതാണ് നമ്മളെ ഗിഫ്റ്റിന്റെ സംഭവം. ജസ്റ്റ് ഇത് കണ്ടാളി. പോലാണ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ ഒരു ഫ്രെയിമും കൂടി ഉണ്ട്. അതെ, ബാബുവിൻ്റെയും നമ്മൾ 3 ആൾ നിൽക്കുന്നതും എൻ്റെ അമ്മയും ഞങ്ങൾ 2 ആൾ കൂടി നിൽക്കണം. അങ്ങനെ ഒരു ഫ്രെയിമാണ് നമ്മൾ ഡിക്കിയിൽ വെക്കുകയാണ്. ഡിക്കിന്റെ അവസ്ഥ എന്താ? അതിന് ഷൂ ഒക്കെ ഉണ്ടല്ലോ. അച്ഛോ, അങ്ങനെ ഗൈസ് നമ്മൾ ഷുഗർ ഫിൽസിൽ നിന്ന് സാധനം എടുത്ത് ഡിക്കിയിൽ വെച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ കൺഫ്യൂഷൻ, ഒന്നെങ്കിൽ ഫസ്റ്റ് ബാബുവിന്റെ ഉമ്മാന്റെ അടുത്ത് പോകണോ അല്ലെങ്കിൽ എൻ്റെ അമ്മാന്റെ അടുത്ത് പോകണോ. രണ്ട് തലക്കല കിടക്കുന്നത്. ഇപ്പൊ അപ്പുറത്ത് പരിക്ക് പോയതാണ് ഒരു കന്യാസ്വർക്ക് വേണ്ടി. പെട്ടെന്ന് വരാൻ പറഞ്ഞിന്, കാണില്ല. അതങ്ങനെയാണ് ഗൈസ്. പോയ അവിടെ സൊറ പറഞ്ഞ് ഉത്തർക്ക് പോകും. ഉമ്മാന്റെ ഈ ടൈം സൊറ പറഞ്ഞ് ഉത്തർക്കാനുള്ളതാണ്. അപ്പം എന്തായാലും അവിടെ വന്നിട്ട് വേണം. അസ്രംസ്കാരം കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങിങ്ങാണ്ട് ഒന്നെങ്കിൽ തൊടുവിലുണ്ടാവും, അല്ലെങ്കിൽ എടുത്ത ആരെങ്കിലും അയൽവാസികളോട് വർത്താനം പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് ചെയ്യുക. പിന്നെ മൈര് വാങ്ങി കൊടുക്കുമ്പോഴേ നോത്ത് കയറുള്ളൂ. അപ്പോൾ എൻ്റെ അമ്മ എന്തായാലും വരാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോഴത്തെ നമുക്കിത് കൊടുത്തിട്ട് അങ്ങോട്ട് എത്തണം. ഇഷ്ടപ്പെട്ടമ്മ ഇങ്ങനത്തെ ഒരു ഫോട്ടോ കുറേ ഞാൻ വേണം വിചാരിക്കുന്നു. ആ ചെറിയ അന്ന് എല്ലാ ഫോട്ടോത്തിലും ആ ചെറിയ എങ്ങനെയാണ് നിങ്ങളത്? ഒന്നില്ല, അന്ന് അപ്പോൾ ചങ്ങായി ചെറുപ്പിച്ചിട്ടേ ഇമെന്തോ പ്രതീക്ഷിച്ചിരുന്ന വരെയുള്ള ഇരുന്നത്. പിന്നെ ഗൈസ് എല്ലാതും ചുടപ്പടയെന്നായിരുന്നു. ഞങ്ങൾക്ക് 2 ആൾക്കും ഷോർട്സ് കിട്ടി, ലോങ് കിട്ടിയില്ലല്ലോ. അപ്പോൾ എന്തായാലും ഗൈസ് ഇവിടുന്ന് ഞാൻ പോകുമ്പോൾ ചക്ക ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറയാൻ, ഞാൻ ഇന്നലെ രാത്രിയല്ല, അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന ടൈം ഇവിടെ ചക്ക ഉണ്ടായിരുന്നു, പഴുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് പഴുത്തിക്കണമെന്ന് നോക്കി നോക്കാം. ചക്ക ഉടയുണ്ട്. കണ്ട ഞാൻ വീട്ടിൽ കൊണ്ടുപോകണം. നന്നായിട്ട് ആയിട്ടില്ല, എന്നാലും മധുരം വെച്ചിട്ട്. കാരണം വീട്ടിൽ നിൽക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ചെന്നാ വരിക അല്ലെങ്കിൽ ഫോൺ വിളിക്കുക അങ്ങനത്തെ കാര്യം അമ്മ ഉണ്ടാവില്ല ഒരു കൂട്ടിന് എപ്പോഴും. അപ്പോൾ ഉമ്മ പോയതിന് ശേഷം അമ്മക്ക് ഒറ്റയ്ക്ക് ഇപ്പോൾ ഭയങ്കര എന്താ പറയുക, ഒറ്റപ്പെട്ട മാതിരിയാണല്ലോ പറയണത്. ഒറ്റയ്ക്ക് നിൽക്കാൻ പേടി, അങ്ങനെയൊക്കെ എന്തൊക്കെ ഒരു സങ്കടം മൂപ്പരാക്ക്. അപ്പം എന്നോട് ചെന്നാ വരുന്നേന്ന് ആദ്യമായിട്ട് ചോദിക്കാം. അപ്പോൾ ഞാൻ ഇന്നലെ പോയിട്ടില്ലുള്ളൂ, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരട്ടെ പറഞ്ഞു. ഞാൻ ഇവിടെ ആരുമില്ല എനിക്ക്. അപ്പോൾ ബാബു ഇല്ലാറും ബാബു എത്താം. അപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ ഇമ്മ ഉണ്ട്, എൻ്റെ അമ്മക്ക് കൊടുക്കണം. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് പോകാം. ഇമ്മാനെ തപ്പി നമ്മൾ മലപ്പുറത്ത് പോകാൻ നിൽക്കുന്നതാണ്. അപ്പോഴാണ് ഉമ്മ വീട്ടിലെത്തിയെന്ന് അറിഞ്ഞിട്ടുള്ളത്. അച്ചു രാവിലെ പോയതാണ്. അച്ചുവിനെ കാണില്ല പറഞ്ഞിട്ട് പച്ചിമ്പോഴും എടുത്ത് നടക്കണം അവിടെ. അപ്പോൾ എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്നറിയില്ല. വീടിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. പോയാക്കോട്ടെ ഗൈസ്, എന്താവും എന്തരോ ചിലപ്പോൾ മുന്നിൽ മറ്റേ അച്ചുവിനെ തപ്പി ഇറങ്ങിക്കണട്ടാവോ. അച്ചുവിന് എന്തായാലും ഇന്ന് നല്ല കിട്ടുന്നുള്ളതിലൊരു ഇതും ഇല്ല. കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പോയതാണ്. പിന്നെ ഉച്ചക്ക് പോയിട്ട് ഒരു നേരം പോലും വീട്ടിൽ വന്നിട്ടില്ല. മിക്കവാറും അച്ചുവിനെ തപ്പി പോയതേ. കാര്യം അമ്മ ഓനെ കിട്ടിയ അവൻ്റെ കഥ കഴിഞ്ഞു. ഈ വയസ്സിൻ്റെ ഉള്ളിൽ എൻ്റെ ജീവിതത്തിൽ നടാടാണ്. എന്ത് അങ്ങനെ ഒരു ഗിഫ്റ്റ് അങ്ങനെ പറയരുത്. വാർഷികമില്ല, അതിന് വാർഷികം ഒന്നുമില്ല.
ഓ താങ്ക് യു. വാങ്ങിയോ ബാബു അല്ലേ അമ്മ പറയല് എന്റെ ബർത്ത്ഡേ അല്ലേ നിങ്ങൾക്ക് അറിയാത്തുള്ളൂ മദേഴ്സിനൊക്കെ ഇല്ലേ എന്ന് പറയലില്ലേ പൊരിച്ചു മക്കളെ പൊരിച്ചു. ആഹാ എന്താ മുസല്ലേ? അല്ലേ മദേഴ്സ് ഡേ അല്ലേ അപ്പൊ മമ്മീസിന് കുറച്ച് ദീനീപരമായിക്കോട്ടെ വിചാരിച്ച് പൊരിച്ചിട്ടുണ്ട് മക്കളെ. നല്ല കണക്ക്. എന്തായാലും സന്തോഷമായവർക്ക് അമ്മക്ക് ഒന്നും ഇല്ലാത്തോണ്ടാട്ടോ ഖുർആൻ എടുക്കാത്തത്. എങ്ങനെയുണ്ട് ഖുർആൻ മാ? സൂപ്പർ രസമുണ്ട്. എങ്ങനെ എങ്ങനെ നല്ല സങ്കടം ഉണ്ടായിന് എനിക്ക്. ഒരു ഗിഫ്റ്റ് ആരും തരാത്തെ. പക്ഷെ എനിക്ക് നല്ല സന്തോഷം. ജീവിതത്തിൽ എൻ്റെ ഇത്രയും വയസ്സിൻ്റെ ഉള്ളില് ഫസ്റ്റാണ് എൻ്റെ മക്കൾ നന്നായി. അപ്പൊ അത് മതി. ഗിഫ്റ്റ് കിട്ടിയിട്ട് ഞാൻ ഇപ്പൊ എന്തായാലും കാഴ്ച നമ്മള് ബിന്ദിക്ക് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. നിങ്ങളെവിടെയാണ്? മോളെ പൊരിച്ചു മോളെ. കടി എന്നാ അപ്പൊ ഉമ്മ ഇത് പൊളിക്കുമ്മാ ബാബു പൊളിക്കണ വീഡിയോ വേണം കേട്ടോ. നിക്ക് 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 ഇതെന്തിക്കാരം ഇമ്മ പൈപ്പൊക്കെ പോയി. വിശന്ന് വന്നാണ് വിശപ്പൊക്കെ പോയി. ടൈമാണ് കുറച്ച് വിട്ടിട്ട് എടുക്കാമോ? അടിപൊളിയായില്ലേ? ഇഷ്ടപ്പെട്ടത് നമ്മൾ ഉമ്മാക്ക് കൊടുത്തു. ഉമ്മാക്ക് എല്ലാം ഇഷ്ടപ്പെട്ടോ എന്നാലും ഗിഫ്റ്റ് ലാഭോ. അതെ അതെ ചിന്ന വീഡിയോ. അപ്പൊ എന്തായാലും നമ്മൾ ഇനിയിപ്പോ എല്ലാരും കൂടി കോട്ടപ്പടിക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ എന്തായാലും എങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം.